ഇനി അയാളിനെ ജീവനോടെ വിടാൻ പാടില്ല, അയാളിനെ കൊല്ലണം. ഇനി ഒരാൾക്ക് ഇതൊരു അവസ്ഥ വരാൻ പാടില്ല. ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് പറഞ്ഞു. അയാൾ കനാലിൽ നിന്ന് പാസ് ചെയ്ത് ഇങ്ങോട്ട് കയറി എന്നാണ് പറഞ്ഞത്. പാസ് ചെയ്ത് ഇങ്ങോട്ട് കയറി മോളിക്ക് കയറി വരികയാണ് പറഞ്ഞിട്ട് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറകോട്ട് ഓടിയില്ല, ഇതിൽ ഓടി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഈ ഭാഗത്തേക്ക് ഓടിയെന്നാണ്. അല്ല, ഇത് അങ്ങോട്ട് മലയ്ക്ക് അങ്ങോട്ട് താണ്ടാൻ പറ്റില്ല. ഇപ്പുറത്തൊക്കെ നിറയെ വീടുകളുള്ളതാണ്. പോകുവാണെങ്കിൽ ഇവിടം വരെ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ഞങ്ങളുടെ പാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ ഇവിടെ വിട്ട് എവിടെയും പോയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ്. ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. അപ്പൊ ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുക്കണം. അയാളെ കൊല്ലി തന്നെ വേണം. അങ്ങ് കണ്ടില്ല, പിള്ളേരെ കണ്ടത്, കുട്ടികളെ കണ്ടിട്ടാ കുട്ടികൾ പറഞ്ഞത്. അപ്പൊ ഇത് ഇനി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ 3 ജീവനായി ഇപ്പൊ അയാൾ ഇങ്ങനെ അപകടത്തിൽ കൊന്നു കളയണത്. അപ്പൊ ഇനി ഒരു വീട്ടുകാർക്ക് ഈ അവസ്ഥ വരാൻ പാടില്ല. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ നടക്കണമെന്നാണ്. വൈകുന്നേരമായി പണിമാറി വരുന്ന ഒരുപാട് ആൺപിള്ളേരും ഒരുപാട് അച്ഛന്മാരും ഉണ്ട്. ഈ അവസ്ഥ തന്നെയല്ലേ ഇനിയും എല്ലാവർക്കും വരുന്നത്. അപ്പൊ അതിന് ഇവിടെ പൊതു സ്ഥലത്ത് വെച്ച് കണ്ട ഞങ്ങളും തല്ലിക്കൊല്ലും അയാളിനെ. അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഇതന്നെ എനിക്കും പറയാനുള്ളത്. എനിക്കും ഇതന്നെ പറയാനുള്ളൂ. അങ്ങനെയാണ്. നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ചെന്താമരയ്ക്കായുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. നാട്ടുകാരും ഈ തിരച്ചിൽ നടത്തുകയാണ്. പോത്തുണ്ടി മേഖലയിലാണ്, മാട്ടായിലാണ് ഈ ചെന്താമരയെ കണ്ടു എന്നുള്ള കുട്ടികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയും ലെവിൻ കെ വിജയനുമുണ്ട്. പ്രസാദ്, നാട്ടുകാരുടെ പ്രതികരണം അനുസരിച്ച് ഇയാൾ കനാല് കടന്ന് പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ആ പ്രദേശത്ത് തന്നെ ചെന്താമര ഉണ്ടാകാനുള്ള സാധ്യത ഒരു 90% വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് കാര്യക്ഷമമായി തന്നെ അവിടെ അന്വേഷണം നടത്തുന്നുണ്ടാകും. ഈ കൂടുതൽ പോലീസ് സേനയെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എത്ര സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്? പ്രദേശത്ത് ഈ മലമേഖലയിൽ പരിശോധന നടത്തുകയാണ്. ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന വിജീഷ് നമ്മൾ ഇത് എങ്ങനെയാണ് എത്ര സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്? ഏകദേശം നമ്മളിവിടെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ മറ്റേ കൊലപാതകം നടന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാരന്മാരെ വിളിച്ചു പറയുമായിരുന്നു ഇന്ന പോലെ ആളിനെ അവിടെ കണ്ടുവന്ന്. അപ്പോൾ അവരെ കണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് ബൈക്ക് എടുത്തിട്ട് വരികയായിരുന്നു ചെയ്തത്. അങ്ങനെ വന്ന് നമ്മൾ കുറച്ച് നേരം തെരച്ചിൽ നടക്കുക, ഒരു 10-15 മിനിറ്റിന് മുകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള പിള്ളേരാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ഥലത്തിന്റെ പേര് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് മാട്ടായി എന്നാണ്. നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. അല്ല, മറ്റേ ഡാം, അതുപോലെ തന്നെ മറ്റേ നെല്ലിയാമ്പതി മലനിരകൾക്ക് പോകാനുള്ള വഴിയും നല്ല വൻ കാടുകളാണ് ഇവിടെ ഉള്ളത്. അയാൾ ഈ പ്രദേശത്തുകാരനായതുകൊണ്ട് തന്നെ എവിടേക്ക് ഈ വനമേഖലയിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പമുണ്ട്. ആൾക്ക് ഏത് വഴി പോയാലും എങ്ങനെ പോകണമെന്നുള്ളത് നല്ലോണം അറിയുന്ന സ്ഥിതിക്ക് ആൾ ഏത് വഴിക്കാണെങ്കിൽ പോകാം. നമ്മൾ തന്നെയാണ് ഇവിടെ എല്ലാം തെരഞ്ഞ് കണ്ടുപിടിക്കുന്ന ആളെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും പുലർച്ചെ 2 മണി വരെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂപ്പര് ഓരോരാൾ അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് തെരച്ചിൽ നടത്തിയത്. പിന്നീട് കാണാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോൾ ഇവിടുത്തെ മാട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടുകാരന്മാർ വിളിച്ചു പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസുകാരും പറഞ്ഞത് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് അവരും പറയുന്നത്. പോലീസുകാരും മുടുക്കാൻ പുറകിൽ ഓടി വന്നിരുന്നു. അപ്പോഴാണ് ആൾ മിസ്സായി പോയതെന്നാണ് പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജലക്ഷ്മി, ഇപ്പോൾ ഇവിടെ കണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മുഴുവൻ അരിച്ചു പെറുക്കി പരിശോധനകൾ നടത്തുകയാണ്. പോലീസും നാട്ടുകാരും എല്ലാം